സെൻസസ് 2027 ഭാഗമായിട്ട് സെൽഫ് ഇനൂമറേഷൻ ജൂൺ 16 മുതൽ ജൂൺ 30 വരെ ആണ് ഈ സെൽഫ് ഇനൂമറേഷൻ ചെയ്യാനുള്ള സമയപരിധി നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് കുറച്ച് സമയം മതി, ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഏകദേശം 34 ചോദ്യങ്ങളായിരിക്കും ഇതിൽ ചോദിക്കുക. അത് വെച്ചിട്ട് നമുക്ക് സെൽഫ് ഇനൂമറേഷൻ ഒരു വ്യക്തിക്ക് ഓൺലൈൻ വഴി ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പോർട്ടലുണ്ട്. സൈറ്റ് വരുന്നത് se.census.gov.in എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് നമുക്ക് മൊബൈൽ നമ്പറും, അതായത് ഗൃഹനാഥൻ്റെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ട് നമുക്ക് OTP വരും. അതനുസരിച്ച് നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം അതിൽ ചോദിക്കുന്ന ലാംഗ്വേജസ് മലയാളം അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങളാണ് അതിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് ഇത് പൂർത്തിയാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നത് നമ്മുടെ ഈ സെൽഫ് ഇനൂമറേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡേറ്റ എല്ലാം സേഫാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഒരു ഐ ഡി ഉണ്ടാവും. അത് പിന്നീട് നമുക്ക് സെൻസസ് ഉദ്യോഗസ്ഥർ നമ്മുടെ വീട് സന്ദർശിക്കുന്ന സമയത്ത് നമുക്ക് ഈ ID കൊടുക്കാവുന്നതാണ് അവർക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സെൽഫ് ഇനൂമറേഷൻ പ്രോസസ്സ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂൺ 30 ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. ഇനി നമ്മൾ ഈ ജൂൺ 30 വരെ ടൈം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ജൂൺ 30 തന്നെ എല്ലാവരും ചെയ്യണോ, അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് ചെയ്തില്ലെങ്കിൽ പിന്നീട് ഈ സെൻസസ് ഉദ്യോഗസ്ഥർ വീട് സന്ദർശിക്കുന്ന വേളയിൽ അവർ തന്നെ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇത് നമുക്ക് സ്വയം ഈസി ആയിട്ട് നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാവുന്ന ഒരു പ്രക്രിയയാണ്. ഇനിയിപ്പോൾ ചെയ്തില്ല എന്ന് വെച്ചിട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ല. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും പിന്നെ അതേപോലെ തന്നെ പ്രാദേശിക ഭാഷകൾ ഇതിൽ നൽകിയിട്ടുണ്ട്. മലയാളമുണ്ട്. അപ്പോൾ നമുക്ക് മലയാളം ചൂസ് ചെയ്തിട്ട് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസിന് മറുപടി നൽകാം. പിന്നെ പറയാനുള്ളത്, നമുക്ക് ഈ ഒരു ID ലഭിക്കുന്നതായിരിക്കും. ഇത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ, സർവേ കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു ID ലഭിക്കും. അത് നമ്മൾ സൂക്ഷിച്ച് വെക്കാം. ഇനി ഒരു പക്ഷേ അത് നമുക്ക് നഷ്ടമായി പോയി, ഈ ID നമുക്ക് അറിയില്ല, നഷ്ടമായി പോയെങ്കിലും നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് നമുക്ക് ഈ ID തിരിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്കിതിൽ യാതൊരുവിധ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതില്ല. ശേഷം ഒരു എന്യൂമറേറ്റർ നമ്മളെ വീട് സന്ദർശിക്കുന്നതായിരിക്കും. ആ സമയത്ത് വീണ്ടും ഒന്നുകൂടി കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ പറയാനുള്ളത്, നമ്മുടെ ഡേറ്റാസ് എല്ലാം തന്നെ ഈ പറഞ്ഞതുപോലെ വളരെ സുരക്ഷിതവും എൻക്രിപ്റ്റഡും ആയിരിക്കും. അതിലൊന്നും നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ നമുക്കിതിന് സഹായം ആയിട്ട് നമുക്ക് ഈ പോർട്ടലിൽ ട്യൂട്ടോറിയൽ വീഡിയോസുകൾ, പിന്നെ ഗൈഡ്, ഫ്ലോ ചാർട്ട് എന്നിവയൊക്കെ ലഭ്യമാണ്. അപ്പോൾ അത് കണ്ടതിന് ശേഷം അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയതിന് ശേഷം നമുക്കിത് കംപ്ലീറ്റ് ആക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ടോൾ ഫ്രീ നമ്പർ വരുന്നത് 1855. അപ്പോൾ എല്ലാവരും ജൂൺ 30 മുന്നേ തന്നെ സെൽഫ് എനൂമറേഷൻ നടത്തുക, സെൻസസിൽ പങ്കാളികളാവുക. ഓക്കെ, താങ്ക്